ഹലോ ഹായ്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഏറ്റവും പെട്ടെന്ന് അയില വെറ്റിച്ച് കണ്ടോ, അയില വാങ്ങിയിട്ടുണ്ട് ഞാൻ. അയില നന്നായി കഴുകി വൃത്തിയാക്കിയ അയിലയാണ്. അപ്പോൾ ഇതിനെ വെറ്റിച്ചെടുക്കുക എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. അതിക്ക് വേണ്ട സാധനങ്ങൾ അതൊക്കെ നല്ല ചതക്കാനേ പാടുള്ളൂ കേട്ടോ. അത് തക്കാളി ഞാൻ വെറുതെ ഇങ്ങനെ എരിഞ്ഞോന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് പുളി ഒഴിക്കുന്നുണ്ട് ഞാൻ. നല്ല കറുത്ത പുളിയാണ് കേട്ടോ, അതാണതിങ്ങനെ ഇഷ്ടമല്ല കറുത്ത പുളി. അപ്പം നമ്മൾ പുളി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുളി ഒഴിച്ചേക്ക് നമ്മൾ ഇതിളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കണം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. ഇത്രയും പെട്ടെന്ന് വേഗം തിളപ്പിച്ചെടുക്കാതെ. ഇനി ഇതിനെ നന്നായി കൈ കൊണ്ട് ഒന്നും കണ്ട് ഉടച്ചുടച്ചെടുക്കണം. നന്നായി ഉടച്ചെടുത്തു കേട്ടോ. അപ്പം നമുക്ക് മുളക് പൊടി ആവശ്യമുള്ളവർ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഇടുക, എല്ലാം ആവശ്യത്തിന് ഇടുക. ഞങ്ങൾ നല്ലോണം മുളകും എരിയൊക്കെ ഇടും, മഞ്ഞൾ പൊടി, ഉപ്പ്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. മിക്സ് ആക്കിയതിന് ശേഷം ഒന്നും കൂടി നല്ലോണം ഞെരടി എടുക്കണത്. ഇപ്പം ഞെരടി എടുത്തു കേട്ടോ. ഇനി ഇതിനെ നമുക്ക് അയിലനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. നല്ല വലിയ അയില കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. അപ്പം ഇതിനെ നമ്മൾ ഇപ്പം എല്ലാം സെറ്റാക്കിട്ടോ. അപ്പം ഇനി ഇതിനെ നമ്മൾ അടുപ്പിൽ വെച്ച് പറ്റിച്ചെടുക്കാം. അന്ത മാതിരി ഇറക്കും. ഇനി അത് വേവട്ടെ. എല്ലാം ഒപ്പം എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അത് വെന്ത് വരുമ്പോൾ നല്ല അടിപൊളിയിൽ ചോറ് ആവട്ടെ. അപ്പം തിളച്ചു വന്നു. ഇനിയാണ് നമുക്ക് ഇതിലേക്ക് ഇടുന്ന വേറെ എന്താണെന്ന് വെച്ചാൽ വെണ്ടക്ക. നിങ്ങളൊക്കെ ഇടുമെന്നാവോ? ഞങ്ങളിടും വെണ്ടക്ക മീനിൽ. നല്ല ടേസ്റ്റാണ് വെണ്ടക്ക മീനിലിട്ടാൽ. ഈ പെറ്റിക്കണീൻ്റെ കൂട്ടത്തിൽ വെണ്ടക്ക ഇട്ടിട്ട് ഞങ്ങൾ വെക്കും. പക്ഷെ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയല്ല. ഒന്ന് വെറുതെ നിങ്ങൾ വെച്ച് നോക്കൂ, അപ്പോൾ അറിയാം ടേസ്റ്റ്. ഓക്കെ, അപ്പം ഇനി ഇത് വേവട്ടെ. ഇത് നന്നായി വേവുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. നന്നായി വേവുമ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കാച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഒഴിക്കാനുണ്ട് കേട്ടോ. ഇനി അങ്ങനെ വെറ്റിക്കോളും. നോമ്പിനൊക്കെ ഞങ്ങൾ അധികം ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. ഇന്നിപ്പോൾ നോമ്പുണ്ട്. നോമ്പ് തുറന്നു കഴിഞ്ഞാലേ അപ്പോൾ നമ്മളിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് കുറച്ച് മതി കേട്ടോ. ഓക്കെ, ഇനി ഇതിന് വേവുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് കിടന്നാവട്ടെ. ഇനി എല്ലാം ഇത് കിടന്ന് സെറ്റ് ആയിക്കോളും.
അത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ വെണ്ടക്കയും മീനും വേവണ സമയം അറിയില്ലേ, അപ്പം അത്രയും വേഗം നമ്മൾ ഇതെടുക്കുക, ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ചൂടോടെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കഴിക്കുക കേട്ടോ. സ്വാദിഷ്ടമായ മീൻ വെറ്റിച്ചത് എത്രയും പെട്ടെന്ന് വെറ്റിച്ചെടുക്കുക, എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് എന്തായാലും ഇടണേ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനിയിപ്പോൾ ഇതിലൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതെന്താ, ഒരു പാത്രത്തിൽ കണ്ട് എടുക്കുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. ഒന്ന് വേവാൻ കാത്തുള്ളൂ. അപ്പോൾ ഓക്കെ.